പ്രവർത്തകരോട് പ്രകടനങ്ങളിലേക്ക് കടക്കരുത് കോൺഗ്രസിന്റെ പാരമ്പര്യമല്ല എന്ന് ദീപാദാസ് മുൻഷി ഓർമ്മിപ്പിക്കുന്നു. വി.ഡി. സതീശന് വേണ്ടിയാണ് കൂടുതൽ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ പ്രവർത്തകരോട് അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെ പിന്താങ്ങിക്കൊണ്ട് കെ.സി. വേണുഗോപാലും പ്രതികരിച്ചിരിക്കുന്നു, ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായി പുറത്തു വന്നുള്ള പ്രതികരണം നമ്മൾ കാണുമ്പോൾ ഞാൻ വീണ്ടും ചർച്ചയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ നോബിൾ മാരിക്കാലിലേക്കും റോഷിപാലിലേക്കും പോകുന്നു. റോഷിപാൽ, ചർച്ചകൾ തുടരും എന്നുള്ളതാണ്, പ്രഖ്യാപനം പിന്നീട് എന്നുള്ളതാണ്, 23-ാം തീയതി വരെ സമയമുണ്ട് എന്നുള്ളതാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അപ്പോൾ അത് നീളും, ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ വരും ദിവസങ്ങളിൽ വളരെ വൈകാതെ തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുമോ? റോഷിപാൽ, കാരണം എല്ലാ നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞു, അവരുമായി കാര്യങ്ങൾ സംസാരിച്ചു. ഇനി തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നിരീക്ഷകരായ അജയ് മാക്കനും മുഗൾവാസിയും ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ തുടരുന്നുണ്ട്. അവർ കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. ആദ്യം സംസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ നിയന്ത്രിക്കണം. കാരണം ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ വൈകാരികമായി പ്രതികരിക്കുമെന്നുള്ള ഒരാശങ്കയുണ്ട്. അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ 3 നേതാക്കളെ കൊണ്ട് മാധ്യമങ്ങളെ കണ്ട് എത്രയും പെട്ടെന്ന് ബോർഡുകൾ മാറ്റണമെന്നടക്കമുള്ള നിർദ്ദേശം നൽകിപ്പിച്ചത്. ഇനി ഏത് നിമിഷവും തീരുമാനം വരാം. അത് കൃത്യമായ സന്ദേശമാണ്. തീരുമാനം ഏതുമാവാം. ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ ആവാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകാം, അല്ലെങ്കിൽ വി.ഡി. സതീശനാകാം. ഇതിൽ 3-ൽ ഒരാൾ മുഖ്യമന്ത്രിയാകാം. ആരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലും മറ്റുള്ളവർ അവരെ അനുകൂലിക്കുന്നവർ പ്രകടനമായോ ബോർഡുകളുമായോ പുറത്തേക്കിറങ്ങരുത്. അത് അച്ചടക്കലംഘനമാണ്. അതുകൊണ്ട് അവർ തന്നെ അവരുടെ അനുയായികളെ നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം നൽകി. അത് അവർ മാധ്യമങ്ങളിലൂടെ അവരുടെ അനുയായികൾക്ക് ആ സന്ദേശം നൽകി കഴിഞ്ഞു. അതാണ് ഹൈക്കമാൻഡ് ആദ്യം അവർക്ക് നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് ഏറെ വൈകാതെ മല്ലികാർജ്ജുൻ ഖാർഗെ തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് സൂചന. ഒരുപക്ഷെ ഇന്ന് രാത്രിയോട് തീരുമാനം വന്നേക്കാം. കാരണം ഇനി ചർച്ചകൾക്ക് അവസരമില്ല. കാരണം എല്ലാം കേട്ടുകഴിഞ്ഞു. ഏതാണ്ട് 3 മണിക്കൂറോളം കാര്യങ്ങൾ കേട്ടു. ഇനി അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് ഇനി എല്ലാവരെയും അനുനയിപ്പിച്ച് തീരുമാനം പ്രഖ്യാപിക്കുക. ഒന്നുറപ്പാണ്, ആരെ തീരുമാനിച്ചാലും നേതാക്കൾ ഇനി അസ്വസ്ഥരാകില്ല, അവർ പൊട്ടിത്തെറിക്കില്ല എന്ന് അവരുടെ വാക്കുകളിലൂടെ വ്യക്തമാണ്. കാരണം അവർക്ക് പറയാനുള്ളതൊക്കെ അവർ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ അനുയായികളെ നിയന്ത്രിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി അടക്കമുണ്ട്. ഏതായാലും കൂടിക്കാഴ്ച പൂർത്തിയാക്കി. ആദ്യം ഇവർ ഒരുമിച്ചുള്ള യോഗത്തിന് ശേഷം അവരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചതിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രത്യേകമായി അവിടെ ഇരുന്ന് കൂടെ കേരളത്തിൽ സന്ദർശനം നടത്തി MLA-മാരുടെ അടക്കം അഭിപ്രായമാരാഞ്ഞ നിരീക്ഷകരുമായി ഏറ്റവും സുപ്രധാനമായ കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു. അത് പൂർത്തിയാക്കി ഏറെ വൈകാതെ രാഹുൽ ഗാന്ധി മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരുപക്ഷെ പ്രഖ്യാപനം വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഏറെ വൈകാതെ തന്നെ നമുക്ക് എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരും. കാരണം അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഡ്യൂ ടൈമിൽ എന്ന് പറയുമ്പോൾ ഇനി അത് ഒരു ചർച്ച കൂടി നടക്കാനിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് തീരുമാനമാകാതെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ നോബിളിലേക്ക് കൂടി പോകുന്നു. നോബിൾ മാരിക്കാരൻ, 4:15 തുടങ്ങിയ ചർച്ചയാണ്. അതാ നേതാക്കൾ പുറത്തേക്ക് പോകുന്നതിൽ രാഹുൽ ഗാന്ധിയെ കാണാം. സ്മൃതി, ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര്, കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം എന്താണെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെക്കും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും കൈമാറിയിരിക്കുന്നു. ഈ നേതാക്കൾ കൂടിയാലോചന നടത്തി എത്രയും വേഗം ആ തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ആ ചർച്ചകളിലേക്ക് പ്രധാനമായി ഇന്നിപ്പോൾ 3 മണിക്കൂറിലധികം സമയമാണ് ചർച്ചകൾ നടന്നത്. ആ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുമോ അത് നേതാക്കൾ അംഗീകരിക്കും എന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. എപ്പോൾ ആ തീരുമാനം വരും, ഇന്ന് തന്നെ ആ തീരുമാനം വരുമോ, ഇന്ന് അർദ്ധരാത്രിയോടെങ്കിലും ആ തീരുമാനം വരുമോ എന്നതൊക്കെ വലിയ ആകാംക്ഷയാണ്. അത്തരത്തിൽ ചർച്ചകൾ എന്താണെങ്കിലും നീണ്ടുപോയിരിക്കുന്നു. കാരണം 3 നേതാക്കളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണല്ലോ പറയുക. ഡ്യൂ ടൈമിൽ എന്ന് പറയുമ്പോൾ ഇനിയും ആ ചർച്ചകൾ ബാക്കി നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.